നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനം കുറേയധികം മാനേജ്മെൻറ്റ് ട്രെയിനീസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ട്രെയിനീസ് എന്ന് പറയുമ്പോൾ 434 അവസരങ്ങളാണുള്ളത്. നല്ല ശമ്പള പാക്കേജ് തരുന്നുണ്ട്. കോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ കൽക്കരിയുടെ പ്രൊഡക്ഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന കോൾ ഇന്ത്യ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ട്രെയിനി പൊസിഷനിലേക്കുള്ള അവസരങ്ങളാണ്. ഒട്ടനവധി ബ്രാഞ്ചുകളിലുള്ളവർക്കുള്ള അവസരങ്ങളുണ്ട്. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് അവസരങ്ങളുണ്ട്, മാനേജ്മെൻറ്റ് ബ്രാഞ്ചുകൾക്ക് അവസരമുണ്ട്, ലീഗൽ ബ്രാഞ്ചുകൾക്ക് അവസരമുണ്ട്. അങ്ങനെ ഒട്ടനവധി ബ്രാഞ്ചുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സുവർണ അവസരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ അവസരത്തിന് ഒന്ന് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊൽക്കത്ത ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അത് കൽക്കരി പ്രൊഡക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. 434 അവസരങ്ങളാണ് ഈ കോൾ ഇന്ത്യയിൽ അവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന മാനേജ്മെൻറ്റ് ട്രെയിനി പൊസിഷനിൽ അവർ ഓഫർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സാലറി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ ഏതാണ്ട് 50,000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസം അടിസ്ഥാന ശമ്പളം ലഭിക്കുക. അത് അടിസ്ഥാന ശമ്പളമാണ്. അതിൻ്റെ മുകളിൽ മറ്റ് പെർക്സ് എല്ലാം ലഭിക്കും എന്നുള്ളത് ഓർക്കാം. ഇനി ഒരു വർഷമാണ് നിങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുക. ആദ്യത്തെ ഒരു വർഷം പ്രൊബേഷൻ പീരീഡാണ് ഈ ട്രെയിനിങ്ങിന് ശേഷം. ആ ട്രെയിനിങ്ങിന് ശേഷം ഉള്ള പ്രൊബേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 60,000 മുതൽ 1,80,000 വരെയുള്ള ഒരു സാലറി സ്ട്രക്ചറിലായിരിക്കും നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ശമ്പളത്തിൻ്റെ രീതി വെച്ച് നോക്കിയാലും ജോലിയുടെ റെപ്യൂട്ടേഷൻ വെച്ച് നോക്കിയാലും മികച്ചതിൽ മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് ഒട്ടും താമസം ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഇതെന്നുള്ള കാര്യം പ്രത്യേകമൊന്ന് ഓർക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ്, ഏതൊക്കെ ബ്രാഞ്ചുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതിനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ അവർക്ക് 20 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ 60% മാർക്കോടെ കിട്ടിയ ഡിഗ്രി, PG അല്ലെങ്കിൽ ഡിപ്ലോമ, ഇത് ഏതിലൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പറയുന്ന സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ്, അല്ലെങ്കിൽ അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, റൂറൽ ആൻഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ്, റൂറൽ മാനേജ്മെൻറ്റ്. ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ, ഡിഗ്രി, PG ഇതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 60% മാർക്കോടെ നേടിയ 60% മാർക്ക് മിനിമം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു PG അല്ലെങ്കിൽ ഡിഗ്രി ഇനി പറയുന്ന സബ്ജക്റ്റുകളിലുണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ്, അർബൻ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, റൂറൽ ആൻഡ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രിയോ PGയോ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് ഇത്തരം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ പഠിച്ചവർക്ക് നല്ലൊരു അവസരമാണ്. അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നത് എൻവയറൺമെൻറ്റ് മേഖലയിലെ 28 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ കൽക്കരി ഖനികളുമൊക്കെയായി ബന്ധപ്പെട്ട് അതിനൊരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആ ഒരു ഖനി പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനുഷ്യരിലേക്ക് എത്തുന്നത് തടയാനും അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ളവരെ അല്ല ഇതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇത്തരം എൻവയറൺമെൻറ്റ് ഡെസിഗ്നേഷനുകളിലേക്ക് കാൻഡിഡേറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് 28 വേക്കൻസീസ് ഉണ്ട്. 60% മാർക്കോടെ എൻവയറൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിഗ്രി ആണ് വേണ്ടത്. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിഗ്രി ഉള്ളവർക്ക് എൻവയറൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഒരു PGയോ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് നല്ലൊരു അവസരമാണ്. മൂന്നാമത്തെ അവസരം ഫിനാൻസിലാണ് ഏറ്റവും കൂടുതൽ അവസരമുള്ള 103 അവസരങ്ങൾ ഫിനാൻസ് സെക്ടറിലുണ്ട്. CA അല്ലെങ്കിൽ ICWAക്കാരെയാണ് അവർക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾക്കൊരു CA ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ICWA ഉണ്ട്. ഇതുണ്ട് എങ്കിൽ 60% മാർക്കുമുണ്ട് എങ്കിൽ 103 വേക്കൻസീസ് ഉണ്ട്. മാർക്കിൻ്റെ കാര്യം അതിൽ പറയുന്നില്ല. CAയ്ക്കൊന്നും മാർക്കിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയുള്ളതിനെല്ലാം മാർക്ക് പറയുന്നുണ്ട്. CA എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് മാർക്കിനെ കുറിച്ചൊന്നും അവിടെ വറി ചെയ്യേണ്ട. ICWAയുടെ കാര്യത്തിൽ ഒന്നും സ്കോറോ ഗ്രേഡോ ഒന്നും അവർ ചോദിക്കുന്നില്ല. ICWA ക്വാളിഫിക്കേഷൻ ഉള്ളയാൾ, CA ക്വാളിഫിക്കേഷൻ ഉള്ളയാൾ. 103 വേക്കൻസി ഉണ്ട് എന്ന് ഓർക്കുക. അടുത്ത ഒരു ഏരിയ ലീഗൽ മേഖലയാണ്. 18 വേക്കൻസീസ് ഉണ്ട്. 60%
മാർക്കോടെ നേടിയ ഒന്നുകിൽ ഒരു 3 ഇയർ കോഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയർ നിയമബിരുദം, 5 വർഷത്തെ നിയമബിരുദം അല്ലെങ്കിൽ 3 വർഷത്തെ നിയമബിരുദം. ഇപ്പോൾ 3 ഇയേഴ്സ് ഓർ 5 ഇയർ ഡിഗ്രി ഇൻ ലോ നിയമബിരുദം ഉണ്ടായിരിക്കണം. 60% മാർക്ക് വേണം. അത് ലീഗൽ ഒഴിവുകളിലേക്ക് ഫില്ല് ചെയ്യാം. ഇനി മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലെ 25 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. 60% മാർക്കോടെ ഉള്ള 2 വർഷമായിട്ടുള്ള ഏതെങ്കിലും ഒരു MBA അല്ലെങ്കിൽ ഒരു PG ഡിപ്ലോമ, അത് മാർക്കറ്റിംഗ് ഒരു മേജർ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. മാർക്കറ്റിംഗ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരു MBA അല്ലെങ്കിൽ ഒരു PG ഡിപ്ലോമ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലെ 25 അവസരങ്ങൾ. അടുത്തൊരു ഓപ്പർച്യൂണിറ്റി മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന മേഖലയിലാണ്. 44 ഒഴിവുകളുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി, മാനേജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റിലുള്ള ഒരു MBA അല്ലെങ്കിൽ PG ഡിപ്ലോമ, മാനേജ്മെൻറ്റ് കോറായിട്ട് ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ഒരു MBAയോ PG ഡിപ്ലോമയോ ഉണ്ട്, 60% മാർക്കുമുണ്ട് എങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി പേഴ്സണൽ ആൻഡ് HR 97 ഒഴിവുകളുണ്ട്, ഏതാണ്ട് 100-നടുത്ത്. അവിടെ നിങ്ങൾക്കൊരു ഡിഗ്രിയും ഒരു 3 ഇയർ ഫുൾ ടൈം PG നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്പെഷ്യലൈസേഷനായിട്ട് നിങ്ങൾക്ക് ഒരു HR, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്. അപ്പം PGക്കകത്ത് ഒന്നുകിൽ ഒരു HR സ്പെഷ്യലൈസേഷൻ വേണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ, അല്ലെങ്കിൽ ഒരു MHROD കോഴ്സ്, അല്ലെങ്കിൽ MBA MSW സോഷ്യൽ വർക്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണം സ്പെഷ്യലൈസേഷൻ ഇൻ HR ഉള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 60% മാർക്കുമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനും അപ്ലൈ ചെയ്യാം. പിന്നെ സെക്യൂരിറ്റി മേഖലയിൽ 31 അവസരമുണ്ട്. നിങ്ങളൊരു ഡിഗ്രി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആംഡ് ഫോഴ്സിൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോലീസ് ഫോഴ്സിൽ ഒരു ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കേഡറിൽ ഒരു മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിലെ പബ്ലിക് സെക്ടർ മേഖലയിലെ ഒരു എക്സിക്യൂട്ടീവ് കേഡറിൽ 5 വർഷമുള്ളവരായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിഗണിച്ചെന്നിരിക്കും. പക്ഷേ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ആംഡ് ഫോഴ്സസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിൽ ഒക്കെ ഉള്ള ഒരു 2 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ സെക്യൂരിറ്റി മേഖലയിലേക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇനി കോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ 68 ഒഴിവുകളുണ്ട്. 60% മാർക്കോടെ കെമിക്കൽ അഥവാ മിനറൽ ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ BEO, BTechോ BSCയോ ഉണ്ടായിരിക്കണം. അപ്പോൾ BSc ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ഓർ BE ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മിനറൽ ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. ഇത് കൃത്യമായി ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ച്, പ്രത്യേകിച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ഒരുപാട് തൊഴിൽ അന്വേഷിക്കാറുണ്ട്. അവർക്ക് അത്ര എളുപ്പമല്ല മറ്റ് മേഖലകളിൽ കിട്ടാൻ. അവർക്കൊരു സുവർണ്ണ അവസരമാണ് ഈ കോൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ പൊസിഷനിലെ ഈ ഒരു പൊസിഷൻ. 68 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് വിട്ട് കളയാൻ പാടില്ല. നിങ്ങളുടെ ഏജ് ലിമിറ്റ് സെപ്റ്റംബർ 30-ന് 30 വയസ്സ് കഴിയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആസ് ഓൺ സെപ്റ്റംബർ 30 നിങ്ങളുടെ വയസ്സ് 30 ക്രോസ് ചെയ്ത് പോകരുത്. പിന്നെ ഈ സംവരണ വിഭാഗങ്ങൾക്കെല്ലാം ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ആ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അത് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇതിനൊരു എക്സാം ആണുള്ളത്. ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാം ഉണ്ട്. അതൊരു 3 അവർ എക്സാം ആയിരിക്കും. 2 പേപ്പറുകൾ കാണും ഇതിനകത്ത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. 100 മാർക്കിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ പേപ്പറിൽ വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ജനറൽ നോളജ്, അവയർനെസ്, റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും ഈ ഫസ്റ്റ് പേപ്പറിൽ ഉണ്ടാകുക. ഈ രണ്ടാമത്തെ പേപ്പർ, സെക്കൻഡ് പേപ്പർ, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ CA ICWA-കാർക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. ലീഗലുകാർക്കാണെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതേസമയം കോൾ പ്രിപ്പറേഷൻകാർക്ക് അതുമായി ബന്ധപ്പെട്ട കെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും സെക്കൻഡ് പേപ്പറിലുള്ളത്. ഓരോ പേപ്പറിലും ജനറൽ കാറ്റഗറിക്ക് 40 മാർക്ക്, OBC 35, SC ST അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്ക് ഡീറ്റെയിൽസ് അവർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് നോട്ടിഫിക്കേഷനിൽ നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ മിനിമം എലിജിബിലിറ്റി മാർക്കൊക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി ഇത് പ്രത്യേക ഒരു കാര്യമുള്ളത്, ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൃത്യമായ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കോൾ ഇന്ത്യയുടെ വെബ്സൈറ്റ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അത് നോക്കി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം. ഇത്തരം പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം നിർദ്ദേശിച്ചിട്ട് അവർ ആപ്ലിക്കേഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ എങ്ങനെയാണോ അതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 14th ഫെബ്രുവരിയാണ്. അപ്പോൾ 14-ാം തീയതി
ഫെബ്രുവരി 14, 2025 അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കോൾ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി ഈ നോട്ടിഫിക്കേഷൻ കണ്ട് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ച് കണ്ട് മനസ്സിലാക്കിയ ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓരോ ഡെസിഗ്നേഷനുകളും പറഞ്ഞു, അതിന് വേണ്ട ക്വാളിഫിക്കേഷനുകളും പറഞ്ഞു. അതൊക്കെ ഉണ്ട് എങ്കിൽ തികച്ചും ഒരു നല്ല അവസരം കൂടിയാണ് ഇത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒട്ടും സമയം കളയാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു റെപ്യൂട്ടേഷൻ തരുന്ന ഒരു ജോലി, അതുമാത്രമല്ല നല്ല ഒരു സ്റ്റാർട്ടിംഗ് ശമ്പളം കൂടെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതും ഇന്ത്യയിലെ മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉള്ളവർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് ഒരു കമൻറ്റ് ഇടുക, ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതുമായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.